സ്പെഷ്യൽ ഡേയ്സിലൊക്കെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഇന്ന് ഷാൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് ഫിഷ് വെച്ചിട്ട് ബിരിയാണിയും കാര്യങ്ങളൊക്കെ ആക്കാമെന്ന്. അപ്പോൾ പിന്നെ ഒന്ന് നോക്കിയില്ല, 1 കിലോ ചെമ്മീൻ തന്നെ വാങ്ങിച്ചു ബിരിയാണിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ അതൊന്ന് ഫ്രഷായി കേക്കൊക്കെ വെച്ചങ്ങാണ്ട് ക്ലീനാക്കി കേക്കൊക്കെ വെച്ച് മാഗ്നേഷനും പരിപാടികളൊക്കെ തീർത്ത് വെച്ചതിൻ്റെ ശേഷം പിന്നെ നമ്മുടെ കേക്കിന് വേണ്ടിയിട്ട് ഈവനിങ് ആയപ്പം വെയിറ്റ് ചെയ്യാണ്. ഈവനിങ് ആയപ്പോൾ മറ്റേത് ഫീസറിൻ്റെ അടുത്ത് പുറത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തണുപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് വിടാനുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഫീസറിന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കിയിരുന്നു. ഒരു ഹോം ബേക്കറെ എടുത്ത് ഏൽപ്പിച്ചതായിരുന്നു. ഡിസൈന് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തുങ്ങാണ്ട് അങ്ങനെ ഏൽപ്പിച്ചതായിരുന്നു. അങ്ങനെ അതൊക്കെ വന്നതിന് ശേഷം അതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കലും മെയിൻ പരിപാടി. അപ്പം നമ്മൾ നാച്ചുറൽ ലൈറ്റിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വിചാരിച്ചിട്ട് അത് അപ്പം തന്നെ പൊളിച്ചു നോക്കി. മുറിക്കാൻ പറ്റൂലല്ലോ, എന്ത് ചെയ്യാനാണ്. പിന്നെ ഒന്ന് നേരെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് അത് അങ്ങോട്ട് ഫ്രിഡ്ജിൽ കയറ്റി. അത് പിന്നെ കുറച്ച് നേരം ഒന്ന് ഫീസറിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നല്ല സെറ്റായിട്ട് അങ്ങോട്ട് കിട്ടും. കാരണം എന്താ വെച്ചാൽ കേക്ക് ഉണ്ടാക്കി കുറച്ച് നേരമെങ്കിലും ഫീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കേക്ക് സെറ്റായിട്ടിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് അതും ഒന്ന് ഫീസറിൽ വെച്ചു. പിന്നെ ഒരു നൈറ്റ് ഒരു 7-7:30 ആയപ്പോഴാണ് ഞാൻ കുക്കിംഗ് പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ചെമ്മീൻ ഫസ്റ്റ് തന്നെ മാഗ്നേറ്റൊക്കെ ചെയ്ത് വെച്ചുകൊണ്ട് നല്ല മസാലയും ഉപ്പും പുളിയും ഒക്കെ നല്ല പിടിച്ചിട്ടുണ്ടാക്കും. അതിനെക്കൊണ്ട് ഫസ്റ്റ് തന്നെ അത് കുക്ക് ചെയ്തെടുക്കാൻ വിചാരിച്ചു. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കുറച്ച് ഓയിലല്ല കോക്കനട്ട് ഓയിലാണ് എടുത്തത്. നമ്മൾ വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് കൽക്കത്ത സമാവാത്തിയാക്കിയിട്ട് അതങ്ങോട്ട് പൊരിച്ചെടുക്കട്ടെ. ഇനി നമ്മൾ നെക്സ്റ്റ് പരിപാടിയിൽ നിന്ന് മസാല റെഡിയാക്കലാണ്. അപ്പം ചെമ്മീൻ ഫ്രൈ ആവുന്ന നേരം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മസാല സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ നോർമൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊക്കെ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഉള്ളി, തക്കാളി, കരിവേപ്പിൻ്റെ ഇല, മല്ലിയില അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഓൾറെഡി അത് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ഉമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എനിക്കിനി അത് ബാക്കി കട്ടയിൽ മാത്രമേ പണിയുള്ളൂ. അപ്പം നമുക്ക് ഫസ്റ്റ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുക, പേസ്റ്റ് ആക്കി എടുക്കാം. ഓരോരുത്തരും ഓരോ ടൈപ്പിലാണ് ചെയ്യൽ. ഞാനത് പേസ്റ്റാക്കി, എനിക്ക് വലിയ ടേസ്റ്റ് ഇഷ്ടമാണ്, പക്ഷെ അത് കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടമല്ല. ഇഞ്ചി വെളുത്തുള്ളി കടിക്കുന്നത് ഇഷ്ടമല്ല, പക്ഷെ പേസ്റ്റാക്കി അത് ആ ടേസ്റ്റ് ഇഷ്ടമാണ്. അപ്പം ഞാൻ നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് തന്നെയാണ് അത് ഇതാക്കില്ല. അപ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നന്നാക്കി സെറ്റാക്കി തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒക്കെ പണികൾ പകുതി തീർന്നതുകൊണ്ട് നമ്മൾ ഫ്രൈ അവിടെ ആവുമ്പോഴത്തേന് നമുക്ക് ഇതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മസാല ഉണ്ടാക്കുക, പെട്ടെന്ന് കുക്കിംഗ് പരിപാടി തീരും. എന്തായാലും ഒരു 1 അവറിൻ്റെ ഉള്ളിൽ പണികളൊക്കെ സടകടേന്നാണ് അങ്ങോട്ടാണ് തീർന്നത്. ഇഞ്ചി വെളുത്തുള്ളി എന്നുള്ള കണക്ക് കാര്യങ്ങളൊന്നുമില്ല. ടേസ്റ്റിന് വേണ്ടിയിട്ട് അത്യാവശ്യം ഇഞ്ചി വെളുത്തുള്ളി തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചമുളക് എരിവ് വലിയ താല്പര്യമില്ല. ഞങ്ങൾ രണ്ടാൾക്കും തീരെ താല്പര്യമില്ലാത്തതുകൊണ്ടും അത് പിന്നെ ഒരു 3-4 എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഉള്ളി, തക്കാളി അങ്ങനത്തതൊക്കെ നമ്മൾ ഓരോ കണക്കുണ്ടാവുമല്ലോ. എനിക്ക് ഈ കണക്കൊന്നും പറഞ്ഞു തരാനറിയില്ല. അപ്പോൾ അതിനനുസരിച്ച് ഓരോന്നൊക്കെ ആവശ്യത്തിന് എടുക്കുക. ഞാൻ ഇവിടെ 1 kg ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ട് എന്തായാലും ബാക്കിയുള്ള സംഭവങ്ങളും വേണമല്ലോ. ചെമ്മീൻ വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുത്തത്. ഇനി കായ ഉണ്ടാക്കാൻ പോകുന്നത് സാധാ ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കുന്നത്. ചിലർ കായ ഉണ്ടാക്കാനും ഇതുപോലെ തന്നെ വെളിച്ചെണ്ണ യൂസ് ചെയ്യലുണ്ട്. അത് ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് നിൽക്കും നമ്മൾ കായത്തിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. അപ്പം അതൊന്ന് ചൂടായതിലേക്ക് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊന്ന് ജസ്റ്റ് ചൂടായതിലേക്ക് നമ്മൾ ഉള്ളിയും കൂടി കട്ട് ചെയ്ത് വെച്ച ഉള്ളി എങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരു 6-7 ഉള്ളി എന്തായാലും ഉണ്ട്, ചെറിയ ഉള്ളിയായിരുന്നു. അപ്പം അതും ഇട്ട് ജസ്റ്റ് ഉപ്പ് ഇട്ടുങ്ങാണ്ട് അതവിടെ സൈഡിൽ വെക്കുന്നു. അതങ്ങോട്ട് കുക്കാകുമ്പോൾ നമുക്ക് ഇനി ബാക്കി എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ഉണ്ടാകുമ്പോൾ അതങ്ങനെ തീർത്തെക്കാലോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അധികമായിരുന്നു, ഞാൻ അത്യാവശ്യത്തിന് ഇട്ടിട്ടോളൂ, വേണ്ടി അത്ര ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്കുള്ളത് ഇനി ചോറ് റെഡിയാക്കി എടുക്കാനാണ്. ചോറ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നെയ്ച്ചോറാക്കി കുക്ക് ചെയ്തിട്ട് പിന്നെ മസാല മിക്സ് ചെയ്യുന്നതാണ്. ഓരോരുത്തരും ഓരോ ടൈപ്പിലുണ്ടാകുന്നത്. ചിലർ ഈ ഇതിൽ തന്നെ നമ്മൾ കായ മിക്സ് ചെയ്തിട്ട് തന്നെ ചോറും കുക്ക് ചെയ്തെടുക്കലുണ്ട്. അത് ഓരോന്നും ഓരോ ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാനിവിടെ സെപ്പറേറ്റാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് വാടിയതിൻ്റെ ശേഷം നല്ല വാടണ്ട, എല്ലാണ്ട് ഒന്ന് ജസ്റ്റ്
വാടിയതിന് ശേഷം ഒരു ഗോൾഡൻ കളറിലേക്ക് ആകുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേറൊരു സംഭവം, തൈര് ആഡ് ചെയ്യുന്നില്ല. ചിലർ തൈര് പുളിക്ക് വേണ്ടിയിട്ട് തൈര് ആഡ് ചെയ്യും. പക്ഷേ നമ്മളെ ചെമ്മീനും തൈരും അങ്ങനെ ഒപ്പരം കഴിക്കരുത് എന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞ് കേൾക്കലുണ്ട്. അതിനെക്കൊണ്ട് പിന്നെ ഞാൻ തക്കാളി കൂട്ടിയെടുത്തു. നമുക്ക് ഒരു മെയിൻ ആയിട്ട് ഒരു 4-5 തക്കാളി എടുത്തിട്ടുണ്ടാവും. അപ്പം ആ ഒരു പുളിപ്പ് കിട്ടുമല്ലോ. വേറെ സുർക്കല്ല, നാരങ്ങ നീരും പിന്നെ മറ്റേ സംഭവം തൈരൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തക്കാളീൻ്റെ പുളി തന്നെ നമുക്ക് എന്തായാലും വേണം. അപ്പം നമ്മളെ ചോറും അവിടെ സൈഡിലാവുന്നുണ്ട്. അപ്പം കായ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഓരോരുത്തർ വരുന്നേ പോകുന്നൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അതാ എവിടെയോ പോയി വരുമ്പോൾ എന്തോ പുഴമീൻ എന്തോ സംഭവം പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ വീഡിയോയിൽ എവിടെയും കൊടുക്കുന്നുണ്ട്. എന്താ പേര് എനിക്ക് ഓർമ്മയില്ല. ആർക്കെങ്കിലും ആ മീനിൻ്റെ പേര് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ മസാലകളായിട്ട് മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, കുരുമുളക്, കുറച്ച് ഒരു എരിവിൻ്റെ കുറവുണ്ടെന്നുണ്ടപ്പം കുറച്ച് കുരുമുളക് പൊടി ഇട്ട്. ഈ വോയിസ് ഓവർ ചെയ്യാമെന്ന് വല്ലാത്തൊരു സംഭവം കേട്ടോ. ഇങ്ങനെ ഓരോന്ന് നോക്കി ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. നമ്മൾ ഈ വീഡിയോസ് കാണുന്ന ചിലവർക്ക് പുച്ഛണ്ടാവും, ഇതൊക്കെ എന്ത് സിമ്പിൾ വീഡിയോ എടുത്ത് അങ്ങോട്ട് എഡിറ്റ് ചെയ്താൽ പോരെയെന്ന്. പക്ഷെ അതിലും കുറച്ച് റിസ്ക് എലമെൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്കും ഷെയറും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ ബിരിയാണീൻ്റെ കാര്യം മസാലയൊക്കെ ഒന്ന് സെറ്റായി വന്നതിന് ശേഷം അതിലേക്ക് മല്ലിയിലയും അതുപോലെ തന്നെ ചെമ്മീനിട്ട് അതും സെറ്റാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം നേരെ നമ്മളെ ചോറിലേക്ക് അങ്ങോട്ട് തട്ടി അങ്ങോട്ട് മിക്സ് ചെയ്യാം. പിന്നെ വീഡിയോ എടുക്കലും ഒക്കെ കൂടി ചെയ്യലൊക്കെ കൂടി നടക്കില്ലല്ലോ. അപ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മനെ വിളിച്ചിരുത്തി. അങ്ങനെ ഒന്നെങ്കിൽ വീഡിയോ എടുക്കുക അല്ലെങ്കിൽ ഇതൊക്കെ. അപ്പോൾ ഒക്കെ കൂടി ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൈത്താങ്ങ് എവിടെയും വേണമല്ലോ. ഫൈനലായിട്ട് അതിൽ കുറച്ച് മലയാളം കൂടി മേലിട്ടതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കുറച്ചേരം. പിന്നെ ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനുണ്ടായിരുന്നു. മീനിൻ്റെ പേരൊന്നും എന്നോട് ചോദിക്കരുത്, അതെനിക്കറിയില്ല. അപ്പം ഇത് കണ്ടാലും മനസ്സിലാവില്ല. ആവൂലില്ലേ ആവൂലേ തോന്നുന്നു. അതും കുറച്ച് പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിൽ കുറച്ച് നമ്മൾ സാധാ വെളിച്ചെണ്ണയിലാണ് പൊരിച്ച്. വെളിച്ചെണ്ണയിൽ മീൻ പൊരിക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ വേറെ തന്നെ ടേസ്റ്റാണ്. പക്ഷേ ബിരിയാണിയിലേക്ക് അങ്ങനത്തേലേക്കൊക്കെ വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് വേറെ മാറും. ഇതാണ് കേട്ടോ മീൻ, വാള അതന്നെ വാള മീൻ. ഇപ്പോഴാണ് കൊണ്ടുവന്ന് വെള്ളത്തിലിട്ടപ്പം ജീവനൊക്കെ ഇട്ട സംഭവം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അതും പൊരിച്ചു, മീനൊക്കെ കട്ട് ചെയ്ത് അതും കുറച്ച് നേരം പൊരിച്ച് അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഫുഡൊക്കെ ടേബിൾ മേൽ സെറ്റ് ചെയ്തു. ഷവറിനു ശേഷം ഫുഡൊക്കെ കഴിച്ചു. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് ബാലൻസും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ആണ് നമ്മളെ സർപ്രൈസ് പരിപാടി. കേക്കിൻ്റെ കാര്യം തീരെ ഓർമ്മയില്ല ആൾക്ക്. കാരണം നമ്മൾ ഇപ്രാവശ്യം ഞാൻ ഇതിൻ്റെ 2-3 വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് കാര്യങ്ങളൊന്നും വേണ്ടാന്ന് വെച്ചിരുന്നു. അതിനെക്കൊണ്ട് കേക്കിൻ്റെ വലിയ പ്രതീക്ഷ ഒന്നും ചെയ്യുന്നു. അപ്പം ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞു ഇങ്ങനെ മീനുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഫോട്ടോ കാണിച്ചിരുന്നത്. പക്ഷേ ഞാൻ ഓൾറെഡി ആ കേക്കിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചു. പക്ഷേ ആളത് ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ അവിടെ ഇരിക്കുക, നമുക്ക് മറ്റേ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന നമുക്ക് വീഡിയോ എടുക്കണം, അതിനെക്കൊണ്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിരിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ പിന്നെ നൈറ്റ് ഡ്രസ്സ് ഇട്ടുങ്ങാണ്ട് ഇരിക്കുന്നുണ്ടാവും. അതിനെക്കൊണ്ട് ഏതായാലും പിന്നെ ഞാൻ പറഞ്ഞെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുക്കാണ്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിരിക്കണം, അതിനെക്കൊണ്ട് വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോഴാണ് നമ്മൾ കേക്കിൻ്റെ സർപ്രൈസ് കാര്യങ്ങളൊക്കെ കൊടുത്ത്. ഫുഡിൻ്റെ പിന്നെ അടിപൊളിയാണ്. ചെമ്മീൻ ബിരിയാണിക്ക് എല്ലാവർക്കും പൊതുവെ ഇഷ്ടമുള്ളൊരു സംഭവം ആയതുകൊണ്ട് അതിന് യാതൊരു തെറ്റുകുറ്റങ്ങളൊന്നും ആരും പറഞ്ഞിട്ടില്ലായിരുന്നു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മളൊരു ഷാൻ്റെ ബർത്ത്ഡേ ഇങ്ങനെയൊക്കെയായിരുന്നു കഴിഞ്ഞു പോയത്. നോർമൽ ബർത്ത്ഡേ എല്ലായ്പ്പോഴും ഇങ്ങനെ വലിയ ഗ്രാൻഡ് ആക്കാനും പരിപാടി കാര്യങ്ങളൊന്നും ആക്കാനൊന്നും ഇല്ലല്ലോ. ഒരു ചെറിയ പരിപാടിയൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. കേക്ക് കട്ടിങ്ങും പരിപാടികളൊക്കെ തീർത്തു. അപ്പം അതൊക്കെയായിരുന്നു അന്നത്തെ ബർത്ത്ഡേൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ കാണലുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നല്ല നല്ല വീഡിയോസും വ്ളോഗ്സൊക്കെ അയച്ച് കാണാം. ടിൽ ദെൻ ബൈ.